ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ആന്തൂറിയത്തിൻ്റെ കുറച്ച് കാര്യങ്ങളുമായിട്ടാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് ദിവസങ്ങളായിട്ട് ആന്തൂറിയം വാങ്ങിച്ചിരുന്നവർ ഓരോരുത്തരും പേഴ്സണലായിട്ട് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് നമ്മളൊരു ചെടി കൊടുത്തു കഴിഞ്ഞിട്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്, അത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളെല്ലാവർക്കും എത്രയൊക്കെ സമയമില്ലെങ്കിലും എല്ലാവരുടെ ഡൗട്ട്സും ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത് 2-3 പേര് പറഞ്ഞു, ഒന്നിച്ചൊരു വീഡിയോ ഇടുകയാണെങ്കിൽ അത് ഇനി വാങ്ങിക്കാൻ പോകുന്നവർക്ക് ഉപയോഗപ്രദമാകും, വാങ്ങിച്ചവർക്ക് ഉപയോഗപ്രദമാകും എന്ന് പറഞ്ഞു. പിന്നെ എല്ലാവരും ഫുൾ ടൈം ഇങ്ങനെ നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കണ്ടല്ലോ എങ്ങനെയാണ് എന്താണെന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് നമ്മളത് നമ്മുടെ ചെടികളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ഇരുന്നപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് വലിയ പ്ലാന്റ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ, കുറച്ച് ചെറിയ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പാക്കിങ്ങും കാര്യങ്ങളും പുതിയ പ്ലാന്റ്സ് വരുമ്പോൾ അതങ്ങനെ പാക്ക് ചെയ്യുക, അതൊക്കെ വരുമ്പോൾ നമുക്ക് ഓരോന്നും ക്ലീൻ ചെയ്യാനുള്ള ഒരു സമയം കിട്ടാറില്ല. മാക്സിമം എല്ലാം സെയിലായി പോകാറുണ്ട് കേട്ടോ. ഇപ്പം നമ്മളുടെ വലിയ പ്ലാന്റ്സാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല പ്ലാന്റ്സ് ആകുമ്പോൾ കണ്ടില്ലേ, അതിൻ്റെ വേരിങ്ങനെ ചകിരിച്ചോറിനകത്തുനിന്ന് പുറത്തേക്ക് വരും. ഇങ്ങനെ വരുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം കേട്ടോ നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആണെന്നുള്ളത്. അപ്പോൾ ഇത് വെറും ചകിരിച്ചോറിനകത്തിരിക്കുന്ന പ്ലാന്റ്സാണ്. അപ്പോൾ ഒരു പ്ലാന്റ് നമ്മൾ ആദ്യം കാണിച്ചത് ക്ലീൻ ആക്കി എടുത്ത ഒരു പ്ലാന്റാണ് കേട്ടോ. ഇനി അടുത്തൊരു പ്ലാന്റ് അതേ നിറച്ച് ഇലകളായിട്ട് നിൽക്കുന്ന, അതിനകത്ത് മഞ്ഞ ഇലകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ അതിൽ നിന്ന് വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലേക്ക് പറഞ്ഞു പോരും കേട്ടോ. അത് പിന്നെ അതുപോലെ ഉണക്കം വരുന്ന ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് നമ്മൾ കൈയോടെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. പിന്നെ അതിനകത്ത് കരിഞ്ഞുണങ്ങിയ പൂക്കളുടെ സ്പൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ ഏറ്റവും വലിയൊരു ലക്ഷ്യം എന്ന് പറയുന്നത് മറ്റുള്ളവർ കൊടുക്കുന്നതിലും ഒരു 10 രൂപയെങ്കിലും കുറച്ച് ഒരു ചെടിക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും കാര്യമായിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 10 രൂപ അല്ലെങ്കിലും നമുക്കറിയാം മിനിയേച്ചർ സിംഗിൾ ഷൂട്ട് ആന്തൂറിയം വരുന്നത് 180 രൂപ 200 രൂപയ്ക്ക് ആയിട്ടാണ് അല്ലേ. നമ്മളിവിടെ തരുന്നത് 140 രൂപയായിട്ടാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ ഈ ഒരു പ്ലാന്റ് വൃത്തിയാക്കിയപ്പോൾ തന്നെ അത്യാവശ്യം ഒരുപാട് ഇലകളൊക്കെ ചീഞ്ഞ ഇലകളും അതുപോലെ മഞ്ഞ ഇലകളൊക്കെ പോയി നമ്മുടെ ചെടി നല്ല രീതിയിൽ ഫ്രഷായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഇനി കൊടുക്കുന്ന വളങ്ങൾ എന്തൊക്കെയാണ് എല്ലാവരും ചോദിക്കാറുണ്ട്. നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് പറഞ്ഞെങ്കിൽ നമ്മളിതിനകത്ത് വീഡിയോ ഇട്ടിട്ടുള്ളൊരു കാര്യം തന്നെയാണ്, വേപ്പിൻ പിണ്ണാക്ക് കടലപ്പിണ്ണാക്കൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് 1 ആഴ്ച 2 ആഴ്ചയൊക്കെ നമ്മൾ പുളിപ്പിക്കാനായിട്ട് വെക്കും. എന്നിട്ട് അത് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കും. ചെടിയിലേക്ക് സ്പ്രേയർ വഴി സ്പ്രേ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇവിടെ കിടപ്പുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. പിന്നെ നമ്മുടെ കയ്യിലുള്ള ഫെർട്ടിലൈസേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഫംഗിസൈഡുകളൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. നമ്മൾ പൂക്കൾ ഉണ്ടാവാൻ ആവശ്യമായിട്ടുള്ള എല്ലാ മരുന്നുകളും ആഴ്ചയിൽ 2-3 തവണയൊക്കെ ഒന്നിടവിട്ട ദിവസങ്ങളിലൊക്കെ ആയിട്ട് എല്ലാ പ്ലാന്റ്സിനും കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നല്ല അത്യാവശ്യം നല്ല പ്ലാന്റ്സ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് ഫ്ലവർ പോയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് കേട്ടോ നമ്മളിതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് നോക്കിയത്. നമുക്കിതേ പുതിയ ആന്തൂറിയം ഇതേ കളറുകളിൽ വീണ്ടും വന്നിട്ടുണ്ട് നമ്മുടെ കയ്യിൽ. വലിയ പ്ലാന്റ്സ് സിംഗിൾ ഷോട്ടിന് 140 രൂപയും വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ചിട്ടുള്ള 3 ഇഞ്ച് പോട്ടിനകത്ത് വരുന്ന പ്ലാന്റ്സിന് 120 രൂപയാണ് കേട്ടോ വരുന്നത്. അപ്പം മിനിയേച്ചർ ആന്തൂറിയൊക്കെ എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട ചെടികളിലൊന്നാണല്ലേ. അത്യാവശ്യം നല്ല രീതിയിൽ നമ്മളൊന്ന് സ്നേഹിച്ച് കൊടുക്കുകയാണെങ്കിൽ നിറച്ച്, അതായത് ഒരു ചെടിയിൽ തന്നെ 4-5 പൂക്കളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ചെടിയുടെ പോട്ടിനകത്ത് നമുക്ക് ഒരു 2 ഷോട്ടിൽ പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ആന്തൂറിയം സെപ്പറേറ്റ് ചെയ്തെടുക്കുക എന്നാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ നിലത്ത് വെച്ചിട്ട് നല്ല രീതിയിൽ കൊക്കോപ്പീറ്റൊക്കെ ഒന്ന് കുടഞ്ഞെടുക്കുക. എന്നിട്ട് നമുക്ക് 2 കൈ ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഇതിൻ്റെ വേരുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിണഞ്ഞിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു വേര് പോലും പൊട്ടാതെ നമുക്കതിനിങ്ങനെ അടർത്തി മാറ്റിയെടുക്കാം കേട്ടോ. നമുക്കതിനകത്ത് കട്ട് ചെയ്തെടുക്കാൻ കത്തിയുടെ അങ്ങനത്തെ ആവശ്യങ്ങളൊന്നുമില്ല. കണ്ടോ, ഒരു കൈ കൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വേരുകളൊന്നും കേടുവരാതെ അടർത്തി മാറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് 2 പോട്ടിനകത്താണെങ്കിൽ അങ്ങനെ വെച്ചിട്ട് നമുക്ക് പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഒരു 2-3 ഷൂട്ട്സ് വന്ന ചെടികൾ മാത്രം നമ്മൾ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് നോക്കുക. 3 ഇഞ്ച് പോട്ടിനകത്ത് വരുന്ന പ്ലാന്റ്സ് യാതൊരു കാരണവശാലും ഒരു 6 മാസത്തിന് മുന്നേ ആയിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് നോക്കരുത് കേട്ടോ. ഇന്നിപ്പം ഞായറാഴ്ചയാണല്ലേ, അപ്പോൾ ഇനി വരുന്ന, അതായത് ഒരു ബുധനാഴ്ച മുതൽ അങ്ങോട്ട് നമുക്ക് പുതിയ ഒരുപാട് പ്ലാന്റ്സ് സ്റ്റോക്ക് വരുന്നുണ്ട് കേട്ടോ. വളരെ കുറഞ്ഞ രീതിയിലാണ് കേട്ടോ നമ്മൾ ആ പ്ലാന്റ്സ് എല്ലാം തരുന്നത്. അപ്പോൾ ആരും
വീഡിയോസ് മിസ്സ് ചെയ്യാതെ തന്നെ കണ്ടുകൊണ്ടിരുന്നോളൂ കേട്ടോ. വളരെ കുറഞ്ഞ റേറ്റിൽ എന്ന് പറയുമ്പോൾ വളരെ കുറഞ്ഞ റേറ്റിലാണ് 100 രൂപയുടെയൊക്കെ ചോട്ടിലേക്ക് വരുന്ന ചില പ്ലാൻസിന് 50 രൂപയിലടക്കം താഴേക്ക് വരുന്ന പ്ലാൻസ് ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇനിയുള്ള വീഡിയോസ് ഒരുപാട് ഉപയോഗപ്രദമാകും. അപ്പോൾ ഈ കാണുന്ന ഒരു പ്ലാന്റ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വലിയൊരു പ്ലാന്റാണ് കേട്ടോ. നമുക്ക് ഉള്ളതിൽ വെച്ച് കുറച്ചുകൂടി മെച്ചുറായിട്ടുള്ളൊരു പ്ലാന്റാണ്. അതെങ്ങനെയാണ് മനസ്സിലാക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ നമ്മുടെ ഒരു പ്ലാന്റിനെ കണ്ടില്ലേ, അടിഭാഗത്ത് ഇതേപോലെ ഓരോ ഭാഗങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ ഇതിൻ്റെ മേലേക്ക് നോക്കുന്ന തട്ട് തട്ടായിട്ട് ഇങ്ങനെ വേരുകൾ വന്നിരിക്കുന്നത് കണ്ടോ. അപ്പോൾ ഇതേപോലെയൊക്കെ ഒരു പ്ലാന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ പ്ലാന്റ് നല്ല രീതിയിൽ മെച്ചുറായി എന്ന് തന്നെയാണ് കേട്ടോ മനസ്സിലാക്കേണ്ടത്. ചകിരിച്ചോറ് മാത്രമല്ലാതെ നമ്മുടെ കയ്യിൽ ചകിരിത്തൊണ്ടോ അതുപോലെ ചാർക്കോളിൻ്റെ പീസുകളൊക്കെ ഇട്ടിട്ടും ആന്തൂറിയം റീപോർട്ട് ചെയ്യാം. അപ്പോൾ ഇതേപോലെയുള്ള കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ നമ്മുടെ ചെടിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇനി ആന്തൂറിയൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ഓർഡർ ചെയ്തോളൂ. പിന്നെ ഈ ചകിരിച്ചോറ് മാത്രം ഇട്ട് വെക്കുമ്പോൾ അതിനകത്ത് ചെടി അഴുകി പോവാതിരിക്കാൻ 2-4 മണി പെർലൈറ്റൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ. മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.